ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ കുറച്ച് നെയ്യാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് പാൽപ്പാട ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ്. ഇത് ഞാൻ ഫ്രീസറിലാണ് വെച്ചത് കേട്ടോ. അതുപോലെ ഇതിന് നമ്മൾ എടുക്കുന്നത് തണുത്ത കുറച്ച് ഐസ് ഇട്ട തണുത്ത വെള്ളമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ച ഈ പാൽപ്പാട ഞാൻ ഇങ്ങനെ ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇടുകയാണ്. അപ്പോൾ നല്ല ഫ്രീസറിൽ വെച്ച കാരണം എല്ലാം നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിൽട്രയിലും വെക്കാം, പക്ഷേ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറേ നാളത്തെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ തണുത്ത വെള്ളം, വളരെ തണുത്ത ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പൾസ് മോഡിലിട്ടിട്ട് ഇങ്ങനെ പൾസ് ചെയ്തുകൊണ്ട് വെക്കാം. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇച്ചിരി സമയം നമ്മൾ ക്ഷമയോടെ ചെയ്യണം. അത് കഴിയുമ്പോഴേക്കും തണുത്ത വെള്ളമായ കാരണം നല്ല കട്ടിയായിട്ട് നമുക്കിത് കിട്ടും. നമ്മളെ കയ്യിലോ സ്പൂണിലോ ഒന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസ് ക്യൂബിൽ ഇത്രയും തണുത്ത ചിൽ വെള്ളം ഒഴിക്കുന്നത്. അത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും കുറച്ചൊന്ന് ഒതുക്കി ഷേപ്പാക്കി എടുക്കുക. സ്പാച്ചില വെച്ച് ചെയ്താൽ ഇനിയും നല്ലതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ചെറിയ ബൗളിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം എടുക്കുന്നുണ്ട്. ഇതിനകത്തേക്കാണ് നമ്മൾ ഈ വെണ്ണ ഈ ബൗളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ച് ഞാൻ ഇതിനെ കുറച്ച് ഷേപ്പ് കൊടുത്ത് പിന്നെ നമ്മൾ കൈ വെച്ച് തന്നെ മെല്ലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഈ ബൗളിലത്തെ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ, ചിൽഡ് വെള്ളത്തിൽ നമ്മളിതൊന്ന് ചെറുതായി അമർത്തി ഒന്ന് വാഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ഈ പുളിപ്പും പിന്നെ ഈ തൈരിൻ്റെ പാലിൻ്റെയൊക്കെ ആ പുളിപ്പ് അംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടാക്കുന്ന നെയ്യിന് പ്രത്യേക സ്വാദായിരിക്കും. നമ്മൾ ഡയറക്റ്റ് വാഷ് ചെയ്യാണ്ടും നെയ്യ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ നെയ്യിന് ഒരു മോശം സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത് മെല്ലെ അമർത്തി കൊടുത്താൽ, ഇത് തണുത്ത വെള്ളമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിലൊന്നും പറ്റില്ല. ഇങ്ങനെ കണ്ടോ, ഈ വെള്ളം ഒരു വെളുത്ത കളറിൽ ആ പാലിൻ്റെയും തൈരിൻ്റെ ഒക്കെ അംശമുള്ള വെള്ളമാണ്. ഞാൻ പാടെ എടുത്ത് വെക്കുമ്പോൾ ആദ്യം കുറച്ച് തൈരയിൽ ഉറ പോലെ ഒഴിച്ച് വയ്ക്കും. എന്നിട്ടാണ് അതിന് മുകളിൽ പാൽപ്പാട എന്നും കോരി ഇടുന്നത്. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഇത് വാഷ് ചെയ്യണം. അതിനിടയ്ക്ക് ഞാൻ ആ ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് മെല്ലെ അമർത്തി കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് അതെൻ്റെ കയ്യിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 1-2 പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ നമുക്കിത് ഒരു നല്ലൊരു ചീനിച്ചട്ടിയിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്കിതിന് ഒരുക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ ഒരു 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ വെള്ളാംശം ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ അംശം നമ്മൾ കളയണം. അങ്ങനെ ഒന്ന് ഷേപ്പാക്കി ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു, കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചു. ആക്ച്വലി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ വേറെ ചെറിയ ആവശ്യം വന്നിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടല്ല ഇപ്പോൾ ഇത് ചെയ്തത്. അത് കാരണം ഇതിപ്പം ഫ്രീസറിൽ വെച്ചതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുപോലെ എടുത്ത് ആക്കാം. വീണ്ടും ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാരണം എനിക്കിത് ഇങ്ങനെ പൊട്ടി വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നല്ലൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിത് ചൂടാക്കി ഇങ്ങനെ കുറച്ച് നേരം ഇളക്കി ചൂടാക്കണം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് പോലെ ചെറിയ ഇങ്ങനെ പൊട്ടി വരും കുറച്ച്. അതൊക്കെ നമുക്ക് ആ വൈറ്റ് കളറിൽ മുകളിൽ വരുന്നതൊക്കെ ബ്രൗൺ ആയിട്ട് നല്ല കരിഞ്ഞ് വരണം. അങ്ങനെ നല്ല ചൂടായി നല്ല മണം വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഇത് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഇവിടെ ആക്കിയിട്ടുള്ളൂ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഓക്കെ, താങ്ക് യു, ബൈ.